സിറിയയിൽ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചു വിമതർ. തലസ്ഥാനമായ ദമാസ്കസ് ഉപേക്ഷിച്ച് സൈന്യം പ്രസിഡന്റ് രാജ്യം വിട്ടു. ഭരണ കൈമാറ്റത്തിന് സന്നദ്ധത അറിയിച്ച പ്രധാനമന്ത്രി ഗാസി അൽ ജലാലി. ലെബനൻ അതിർത്തിയിലൂടെ രാജ്യത്തേക്ക് ജനങ്ങൾ തിരിച്ചെത്തുന്നു. തന്ത്രപ്രധാന മേഖലകളായ അലപ്പോ, ഹമ, ഹോംസ് നഗരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ദ്രുതഗതിയിൽ മുന്നേറിയ സുന്നി ഇസ്ലാമിക് വിമതർ ശനിയാഴ്ചയോടെ തലസ്ഥാനമായ ഡമാസ്കസ് വളഞ്ഞു. സൈന്യത്തിന്റെ പിന്മാറ്റം സൂചിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ റിപ്പോർട്ടുകൾ തള്ളിയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ സിറിയൻ ഭരണകൂടം അടിയറവ് പറയുകയായിരുന്നു. പിന്നാലെ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കാതെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അസദ് സഞ്ചരിച്ചിരുന്ന വിമാനം വിമതർ വെടിവെച്ചിട്ടതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളും അവകാശവാദങ്ങളും പുറത്തുവരുന്നുണ്ട്. വിമതർ ഭരണ അട്ടിമറി പ്രഖ്യാപിച്ചതോടെ ഏതു വിധത്തിലുമുള്ള അധികാര കൈമാറ്റത്തിനും സർക്കാർ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി പറഞ്ഞു. നവംബറിൽ ലെബനൻ വെടിനിർത്തലിന് തൊട്ടടുത്ത ദിവസം വിമതരുടെ ശക്തി കേന്ദ്രമായ ഇഡ്ലിബിൽ നിന്ന് ആരംഭിച്ച വിമത മുന്നേറ്റം 24 വർഷത്തെ ബഷർ അൽ അസദ് യുഗം അവസാനിപ്പിക്കുകയാണ്. ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഷിയ സർക്കാരിനെതിരായ വിമത നീക്കത്തിൽ സുന്നി ഇസ്ലാമിക് സംഘടനയായ തഹ്രീർ അൽ ഷാമായിരുന്നു മുന്നണിയിൽ. 2011 മുതൽ 2016 വരെ നീണ്ട മുൻ അസദ് വിരുദ്ധ വിമത നീക്കത്തെ തുരത്തി ഓടിച്ച ശേഷമുണ്ടാകുന്ന അട്ടിമറിയാണ് ഇപ്പോൾ വിജയം കണ്ടത്. റഷ്യ, ഇറാൻ, ലെബനൻ, ഹെസ്ബുള്ള എന്നിങ്ങനെ അസദ് സഖ്യകക്ഷികൾക്ക് സിറിയയിലെ അടിത്തറ നഷ്ടപ്പെടുകയാണ് ഇതോടെ. ഇസ്രയേലിനെ നേരിടുന്നതിനു വേണ്ടി സിറിയയിൽ നിന്ന് സൈനിക സായുധ പിന്തുണ പിൻവലിക്കേണ്ടി വന്നു ഹെസ്ബുള്ള ഇറാൻ കക്ഷികൾക്ക്. മറുവശത്ത് യുക്രൈൻ യുദ്ധം റഷ്യയുടെയും മുൻഗണന മാറ്റിയതിനിടെയാണ് വിമതർ മിന്നൽ പോരാട്ടം അഴിച്ചുവിടുന്നത്. അസദ് ഭരണകൂടത്തിന്റെ പതനത്തോടെ ഇറാന്റെ പശ്ചിമേഷ്യൻ അടിത്തറ ദുർബലപ്പെടുമ്പോൾ റഷ്യയ്ക്ക് നഷ്ടപ്പെടുന്നത് യൂറോപ്പിന് പുറത്തെ ഏറ്റവും വലിയ സഖ്യകക്ഷിയെയാണ്. പശ്ചിമേഷ്യയ്ക്ക് അകത്തും പുറത്തുമായി ബഷാർ അൽ അസദിന് നിരവധി ശത്രുക്കളുണ്ടെങ്കിലും നിലവിലെ ഭരണ അട്ടിമറി ഇറാന് വലിയ തിരിച്ചടിയാണ്. അതേസമയം സിറിയയിലെ ഇറാന്റെ സ്വാധീനം കുറയുന്നതിനെ പാശ്ചാത്യ സുന്നി അറബ് രാജ്യങ്ങളും ഇസ്രയേലും ആശ്വാസമായി കാണുമെങ്കിലും ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്വം സ്ഥാപിക്കപ്പെടുന്നതിനെ അനുകൂലിച്ചേക്കില്ല. അറബ് ലീഗിലേക്ക് സിറിയയെ തിരിച്ചു കൊണ്ടുവന്നതടക്കം അനുരഞ്ജനങ്ങൾ അസദുമായി ഉണ്ടായ സാഹചര്യത്തിൽ കൂടി ഈ സംഘർഷത്തിൽ ഭരണകൂടത്തിനൊപ്പമായിരുന്നു സൗദിയും UAEയും. ഇറാനിൽ നിന്ന് ലെബനനിലേക്കുള്ള ഇടനാഴി അടയുകയാണെങ്കിലും ഇസ്രയേലും മുൻകരുതലിലാണ്. ഇറാനും ഹെസ്ബുള്ളയും കൂടുതൽ ദുർബലമാകുന്നത് ആശ്വാസമാണെങ്കിലും മുൻ അബു മുഹമ്മദ് അൽ ജോലാനി നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിസ്റ്റ് മുന്നേറ്റം ഇസ്രയേലിന്റെ ശത്രുപക്ഷത്ത് തന്നെയാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.